മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. മാനവരാശിയുടെ ചുണ്ടിലെ ഏറ്റവും മനോഹരമായ പദം എന്താണ്? അമ്മ എന്ന വാക്കാണ്. ഈ ഭൂമിയിൽ നാം ആദ്യം ഉച്ചരിക്കുന്ന പദം ഏതാണ്? അമ്മ എന്ന വാക്കാണ്. ഏറ്റവും കൂടുതൽ നാം പറയുന്ന വാക്ക് ഏതാണ്? അതും അമ്മ എന്ന വാക്ക് തന്നെയാണ്. അമ്മ എന്ന പദം ഒന്ന് തിരിച്ചെഴുതിയാൽ അം അധികം ഇമ്മ എന്നാണ്. അം എന്ന അക്ഷരത്തിന്റെ അർത്ഥം ആഹാരം, അന്നം എന്നാണ്. ഇമ്മ എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്റെ എന്നാണ്. അപ്പോൾ അമ്മ എന്ന വാക്കിന് എന്റെ ആഹാരം എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഭൂമിയിൽ സ്ത്രീക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അമ്മയാവുക എന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിലൂടെ അവൾ നഷ്ടപ്പെടുത്തുന്നത് അവളുടെ അഴകും ആകാരവുമാണ്. അതാണ് യഥാർത്ഥത്തിൽ മാതൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാർ മാതൃത്വത്തെ ദേവാലയവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. കത്തീഡ്രൽ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മദേഴ്സ് വൂംബ് എന്നാണ് പറയുന്നത്. അമ്മയുടെ ഉദരത്തിന്റെ ഒരു വികസിത രൂപമാണ് ദേവാലയം, ആരാധനാലയങ്ങൾ എന്നൊക്കെ വേദപണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് കാരണം അമ്മയുടെ ഉദരത്തിൽ അനുഭവിക്കുന്ന സുഖവും സുരക്ഷിതത്വവും ഒക്കെ വീണ്ടും നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്നത് ദേവാലയത്തിൽ, ആരാധനാലയങ്ങളിൽ മാത്രമാണ്. നമുക്കറിയാം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്രമ ജീവിതമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ ജോലി കഴിയുന്ന ഏതൊരാൾക്കും റിട്ടയർമെന്റ് ഉണ്ട്. എന്നാൽ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റോ വിശ്രമ ജീവിതമോ അവരുടെ ജീവിതത്തിലില്ല. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മക്കൾക്ക് വേണ്ടി എപ്പോഴും വേല ചെയ്യുന്ന ഒരു മനസ്സാണ് ഒരമ്മയ്ക്കുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരമ്മ എന്നത് നന്മയാണ്. എന്നെ ഈ വേലയിലേക്ക് പാകപ്പെടുത്തിയത് അമ്മയാണ്. ഞാൻ ആദ്യമായി ദൈവത്തെക്കുറിച്ച് അറിഞ്ഞതും കേട്ടതും പഠിച്ചതുമൊക്കെ അമ്മയുടെ വായിൽ നിന്നാണ്. ഈ നല്ല ദിനത്തിൽ എല്ലാ അമ്മമാരെയും നമുക്ക് ഓർക്കാം. അവരുടെ മുൻപിൽ ശിരസ്സുകൾ നമിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.